കൊല്ലങ്കോട് ഉപജില്ലയിലെ പനങ്ങാട്ടിരി RPM ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പരമേശ്വര പണിക്കർ സ്മാരക കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 8 ശനിയാഴ്ച രാവിലെ 11-ന് നടക്കും. വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആധുനിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുമാണ് പുതിയ കെട്ടിടം ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കെ പ്രേമൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കെ രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി R കൊച്ചുകൃഷ്ണ പണിക്കരെ ആദരിക്കും. 44 വർഷം പഴക്കമുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് വിദ്യാലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പുനരുപയോഗ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന് 5700 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. 10 ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിലുള്ളത്. 1982 സെപ്റ്റംബർ 25-നാണ് പനങ്ങാട്ടിരി RPM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നത്. അന്നത്തെ ആഭ്യന്തരമന്ത്രി വയലാർ രവിയാണ് വിദ്യാലയം ഉദ്ഘാടനം ചെയ്തത്. കേവലം 62 വിദ്യാർത്ഥികളുമായി പ്രവർത്തനമാരംഭിച്ച വിദ്യാലയം ഇന്ന് 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നു. പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ സ്ഥാപനമാണ് RPM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഒരു കാലത്ത് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പ്രദേശത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉയർത്തുന്നതിൽ വിദ്യാലയം നിർണായക പങ്കാണ് വഹിച്ചത്. നിരവധി തലമുറകൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിക്കൊണ്ട് വിദ്യാലയം നാടിന്റെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി മാറിയെന്നും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി പത്മനാഭൻ ഭാസ്കരനും PTA പ്രസിഡന്റ് B അനന്തകൃഷ്ണനും വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ഏറെ സന്തോഷമുള്ള ഒരു സുദിനമാണ്. ഒരു സ്കൂളിൽ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും സ്കൂളിലും ആ പ്രദേശത്തിനും തന്നെ ഒരു വലിയ സന്തോഷവും അഭിമാനവും ഉള്ളൊരു ദിവസമാണ് 8-ാം തീയതി. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ ആലത്തൂർ MP ശ്രീ കെ രാധാകൃഷ്ണൻ അവർ അതിൽ പങ്കെടുക്കുന്നുണ്ട് മുഖ്യാതിഥിയായിട്ട്. നെന്മാറയുടെ പ്രിയപ്പെട്ട MLA ശ്രീ കെ പ്രേമൻ അവർ അതിൽ അധ്യക്ഷനായി പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതിൽ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൻ സ്റ്റീൽ സ്ട്രക്ചർ ചെയ്തിട്ട് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഓരോ മെറ്റീരിയലും റീസൈക്കിൾഡ് അല്ലെങ്കിൽ റീയൂസ്ഡ് മെറ്റീരിയലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ആഷിന് ഇൻഡസ്ട്രിയൽ വേസ്റ്റായ ഫ്ലൈ ആഷിന് ഉണ്ടാക്കുന്ന AC ബ്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ അത് കെട്ടിയിട്ടുള്ളത്. ഇതിനിടയ്ക്കുള്ള മതിൽ വാൾസ് കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലുള്ളത് AC പാനൽസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ റീസൈക്കിൾഡ് ഇത് വെച്ചിട്ടുള്ള ബോർഡ് വെച്ചിട്ടാണ് ഇതിനകത്ത് എന്താ പറയുക പാർട്ടീഷൻ ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇനി അതല്ലാതെ ഏറ്റവും അതിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അൺറീസൈക്കിളബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന് അതിൻ്റെ കൂടെ ഒരു 60% സാൻഡും കൂടി ചേർത്തിട്ട് ഓടുണ്ടാക്കുന്ന ഒരു കമ്പനി കേരളത്തിൽ കോഴിക്കോട് കിൻഫ്രയ്ക്കകത്തുണ്ട്. അവരുടെ പ്രോഡക്റ്റാണ് നമ്മൾ ഓടായിട്ട് യൂസ് ചെയ്തത്. അതായത് മൈൽ വന്നിരുന്നാൽ പൊട്ടില്ല, നമ്മുടെ സാധാരണ ടൈല് പോലെ പൊട്ടില്ല, ലീക്കാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. താഴെ ഇട്ടാൽ പോലും അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴെ ഇട്ടാൽ പോലും ഇത് പൊട്ടില്ല. അതുമാത്രമല്ല ലൈറ്റ് വെയ്റ്റാണ്. അപ്പോൾ മൊത്തം ലോഡ് ബിൽഡിങ്ങിലേക്കുള്ള മൊത്തം ലോഡ് ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മെറ്റീരിയലാണ്. ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇത് പേറ്റൻറ്റ് ടെക്നോളജിയാണ്. ഏറ്റവും അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് റീസൈക്കിളബിൾ ആണെന്നുള്ളത്. അതായത് അൺറീസൈക്കിളബിൾ ആയിട്ടുള്ള ഒരു സാധനം സാധാരണ ഹൈവേ ഒക്കെ ഉണ്ടല്ലോ, ഹൈവേ ബിൽഡിങ്ങിന് മറ്റേ ലാൻഡ് ഫില്ലായിട്ട് ഉപയോഗിക്കുകയാണ് സാധാരണ പതിവ്. ആ സാധനം ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇതൊരു പേറ്റൻറ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഈ ഓടുവാക്കി ഇനി ഇതിനെ നമുക്ക് പൊടിച്ചിട്ട് വേറൊരു പ്രോഡക്റ്റാക്കി മാറ്റാൻ പറ്റും. റീസൈക്കിളബിൾ ആക്കി മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പ്രധാന അധ്യാപകൻ R വാസുദേവൻ, പ്രിൻസിപ്പൽ KP ഇന്ദു, KR പത്മകുമാർ, ബിജോഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.